ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു കാരാവടയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ സ്പെഷ്യലല്ല, തിരുവനന്തപുരത്തുകാരെ സ്പെഷ്യലാണ് കാരാവട. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ വടയൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റൊന്നുമല്ല, കുറച്ച് വ്യത്യസ്ത ഒരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ 3 ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഡ്ഡലീൻ്റെ അരിയാണ് വെള്ളത്തിലിടാൻ പോകുന്നത്. 1 കപ്പ് ഇഡ്ഡലി അരിയാണ് കേട്ടോ. അതിന് ഇഡ്ഡലി അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുത്താലും മതി. അതിന് 1 കപ്പ് ഇഡ്ഡലി അരിക്ക് 1/4 കപ്പ് ഉഴുന്ന്, പിന്നെ 1/4 കപ്പ് നമ്മൾ കൂട്ടുകറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ്, അതാണ് ഉപയോഗിക്കുന്നത്. അത് 3 നന്നായിട്ടൊന്ന് കഴുകി, നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഇതൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിയൊക്കെ നന്നായിട്ട് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ആദ്യം പച്ചരി നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഈ ഉഴുന്നും കൂടി ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് ക്വാണ്ടിറ്റി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ചെറിയ ജാറായതുകൊണ്ട് കുറച്ചായതുകൊണ്ട് ഈ ഉഴുന്നൊക്കെ ഞാനൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തീരെ തരിതരിപ്പൊന്നുമില്ല, നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നായതുകൊണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് മാവ് ഇതുപോലെ. ഇനി ഇത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇവിടെ ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആ സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്ന ഒരു പലഹാരമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച ഈ കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടലപ്പരിപ്പ് തന്നെ എടുക്കണം കേട്ടോ. ആ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് നന്നായിട്ട് ഇടാം. ഞാനിവിടെ വളരെ കുറച്ചേ മുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില തന്നെ ഇതിലേക്ക് ഇടുക. അതും കൂടി ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി എന്തായാലും ഇടണം, ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരണം. ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് എരിവ് പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എരിവ് കുറച്ച് ഞാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് കുറവായിട്ടാണ്, മക്കളുള്ളതുകൊണ്ട് കുറച്ച് കുറവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച്, ഇപ്പോൾ ഞാനിത് ചുടാനെടുക്കുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇടണമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം കുറച്ച് കളറ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത് തന്നെ ഇടുന്നുള്ളൂ. ഇനി ഞാൻ കുറച്ച് അരിപ്പൊടിയാണ്, ഇതൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വറുത്ത അരിപ്പൊടിയില്ലേ, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് മാവ് കിട്ടിയത്. നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരിപ്പൊടിയൊക്കെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ തീരെ വെള്ളമില്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ, കുറച്ച് ഡ്രൈ ആയാണ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ബേക്കിംഗ് സോഡയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ, തലേ ദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ദോശമാവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ തീരെ ഉപയോഗിക്കേണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടുന്ന ഒരു ഐഡിയയാണ്, ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് ദോശമാവ് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ദോശമാവ് നമുക്ക് കുറച്ച് ഈ പഴംപൊരീൻ്റെ മാവിലേക്ക് ഒഴിച്ചാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നും കൂടി ലൂസാക്കി എടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആവരുത്, നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടയായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് ബോൾ ഷേപ്പിൽ തന്നെ നമുക്ക് ഇടുക കേട്ടോ. ഇതുപോലെ ബോൾ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കാരാവട ഉണ്ടാക്കാൻ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റാണ്. ഈ നമ്മളിത് കഴിക്കുമ്പം അത് വെന്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ആ കടലപ്പരിപ്പൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
അതിനനുസരിച്ചൊരു ചട്നിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കില്ല. നമ്മൾ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന വെള്ള ചട്നിയോ ചുവപ്പ് ചട്നിയോ ഇനി കട്ട ചമ്മന്തി ആണെങ്കിൽ അതും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് നമുക്ക് കാരവിടെ റെഡിയാക്കി എടുക്കുക. കണ്ട അതുപോലെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഇതുപോലെ എടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നുള്ളി ഇടണം. നമ്മൾ പൊക്കുവട ഉണ്ടാക്കുന്ന പോലെയല്ല. പൊക്കുവട എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാക്കിയിട്ടാണ്. ഇത് കുറച്ചും കൂടി വലുതായിട്ട് ബോൾ പോലെയായിട്ട് നമുക്ക് ഇടാം. കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസും കുറച്ച് കട്ടിയിൽ വേണ്ട കേട്ടോ, കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഇത് ഇട്ട് നോക്കാം. ആവശ്യത്തിന് കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ദോശമാവ് നല്ല കുറച്ച് പുളിയും ഉണ്ടാവും. വല്ലാതെ പുളിയൊന്നുമില്ല. ദോശമാവിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പുണ്ടാവും. നല്ല രുചിയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ചും കൂടി മാവുണ്ട്. പക്ഷേ ഞാൻ ആകെ ചെറിയൊരു കപ്പിന് 1 കപ്പ് പച്ചരിയും ഉഴുന്നും ഈ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടുണ്ടാക്കുക. അപ്പോൾ നല്ലോണം ഉണ്ട്. അത്യാവശ്യം ഒരു 3-4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അത്ര തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതെല്ലാം ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലോണം എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പമാണ്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. രാവിലെ ആയാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കിയിട്ട് നല്ലൊരു അടിപൊളി നല്ല എരിവുള്ള ഒരു ചമ്മന്തിയും കൂടി അരച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിത് ഇന്നൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കട്ട ചമ്മന്തിയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നി ആയിട്ടും ഇതിലേക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ നന്നായി വെന്തിട്ട് കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ചട്നി കൊട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.